ശ്രീ ജയശങ്കർ, വളരെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ സർക്കാർ പെൻഷനൊക്കെ അല്ലാതെ വാങ്ങുന്ന സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ ഈ സാമൂഹ്യ പെൻഷൻ വാങ്ങിയത് നമുക്കിത് ആവശ്യമില്ല എന്ന് കരുതി എന്തെങ്കിലും തെറ്റായ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ഒഴിവാക്കണമെന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അല്ലേ കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ അടക്കമുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ഇതെങ്ങനെ ഈ ക്രമക്കേട് നടന്നിട്ടുണ്ടാകാമെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, ഇത് തീർച്ചയായിട്ടും ഈ ക്ഷേമ പെൻഷൻ അനർഹരായ ആളുകൾ വാങ്ങുന്നു എന്ന് മാത്രമല്ല, അവർ ഒരു കാരണവശാലും വാങ്ങാൻ അർഹതയില്ലാത്തവരാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സർക്കാർ ശമ്പളമുള്ളവർ അവർക്ക് എങ്ങനെയാണ് ക്ഷേമ പെൻഷൻ വാങ്ങാൻ കഴിയുക? ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ട ആൾ, വളരെ വൃദ്ധയായ ഒരു സ്ത്രീ വിധവാ പെൻഷനും വാർദ്ധക്യ അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ കൂടി അപേക്ഷിച്ചാൽ ഇവര് വാളെടുക്കും. അല്ലെങ്കിൽ കർഷക തൊഴിലാളി പെൻഷൻ അപേക്ഷിച്ചാൽ കൊടുക്കുകയില്ല. 2 പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞ് 1 പെൻഷൻ റദ്ദാക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന കാര്യമല്ലേ? ഇത് അറിയാത്ത ആളുകളല്ലല്ലോ. വളരെ ഒരു വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അവരുടെ അവകാശങ്ങളെ കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരാണ്, നമ്മളെക്കാൾ കൂടുതൽ ബോധ്യമുള്ളവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. അവർക്ക് അതിന്റെ എല്ലാ നൂലാമാലകളും അറിയുന്നവരാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ അവിഹിതമായിട്ട് പണം സമ്പാദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വലിയ തെറ്റാണ്. അവരുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റിലെ ടാക്സ് എടുക്കും. കാരണം സർക്കാരിന്റെ സൽപ്പേരിന് തന്നെ അവർ കളക്കം വരുത്തിയിരിക്കുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ തൊട്ടു മുമ്പ് കേട്ടേ ഉള്ളൂ. അദ്ദേഹം ഇതിനെ ഒന്ന് ലഘൂകരിച്ച് വേണ്ട നടപടികളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ പേരുവിവരങ്ങളൊന്നും പുറത്തുവിടാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു ശരിയായ നടപടിയാണോ, അതോ ഇനി പേരുവിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് വേറെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാകുമെന്നുള്ള സർക്കാരിൻ്റെ ധാരണയായിരിക്കുമോ? ഒരിക്കലും അല്ല. അവരുടെ പേരുവിവരങ്ങൾ ആദ്യം പെട്ടെന്ന് തന്നെ വെളിപ്പെടുത്തണം. കാരണം എന്താ വെച്ചാൽ, ആരൊക്കെയാണ് ഈ ധീര സേനാനികൾ, ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ് നമ്മൾ അറിയട്ടെ. നമ്മളെ ഇത്ര വിദഗ്ധമായി കബളിപ്പിച്ച് ഇത്ര വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളുടെ പേര് അറിയാനുള്ള അർഹത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അത് തീർച്ചയായിട്ടും സർക്കാർ മൂടി വെക്കുന്നത് തെറ്റാണ്. സർക്കാർ പേര് വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്, ആരാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊക്കെ ശരിയാണ്, നമ്മൾ ഇനി സ്വീകരിക്കേണ്ട നടപടിയാണ്. ക്ഷേമ പെൻഷൻ പോലൊന്നിൽ ഇത്രയും ആളുകൾ ഇതിനിടയിൽ, അനർഹർ ഇതിനിടയിൽ ഇടം പിടിച്ചിട്ട് ഇത് അറിയാണ്ട് പോകുന്നു. ഇപ്പോൾ തന്നെ ചോദിച്ചപ്പോൾ മന്ത്രി ഗൗരവമായി കാണണം, പരിശോധിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതെങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നു? ഇതൊന്നും ഇവരൊന്നും അറിയാതെ നടക്കുന്ന സംഭവം വികാസങ്ങളാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. എന്ന് മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, അനർഹരായ വേറെ ഒരുപാട് പേര് ഇത് വാങ്ങിക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരെ നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ വരുമാനം കൃത്യം മാസാമാസം ഇത്ര രൂപ കിട്ടുന്നു നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. മറിച്ച് ഇങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന, നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റാത്ത വരുമാനം ഇല്ലാത്ത എത്രയോ ആളുകൾ, അനർഹരായ ആളുകൾ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട്, പെൻഷൻ പറ്റുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ സർക്കാരിൽ നിന്ന് BPL കാർഡിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പല ആനുകൂല്യങ്ങളുണ്ട്. ഇതൊക്കെ വാങ്ങിക്കുന്ന ആളുകളെ ശരിക്കും ഒരു സ്ക്രൂട്ടിനി നടത്തി കഴിഞ്ഞാൽ പകുതിയിലധികം പേർ ഇതിന് അനർഹരാണ്. യഥാർത്ഥത്തിൽ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് BPL കാർഡ് കിട്ടുകയുമില്ല. യഥാർത്ഥത്തിൽ അനർഹരായ പല ആളുകൾക്കും ഇത് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ ഇത് സത്യത്തിൽ ഒരു മഞ്ഞമലയുടെ അറ്റം മാത്രമാണ് നമ്മളിപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ രൂപത്തിൽ കാണപ്പെട്ടത്.